സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, ഭഗവത്ഗീതയിലെ 2-ാം അധ്യായമായ സാഖ്യയോഗത്തിലെ 11-ാമത്തെ ശ്ലോകമാണ് നമുക്കിന്നിവിടെ മനനം ചെയ്യേണ്ടതായിട്ടുള്ളത്. ഈ ശ്ലോകം മനനം ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഈ കഴിഞ്ഞ ഭാഗം നമ്മൾ ഓരോ ആൾക്കാരും പ്രത്യേകം കണ്ടു കാണും, കേട്ട് കാണും. അതിലൊക്കെ തന്നെ നമ്മുടെ മനസ്സിലുള്ള നിരവധി സംശയങ്ങൾ അർജുനിലൂടെ ഇവിടെ അവതരിച്ചു. അർജുനൻ ചോദിക്കുന്നതും പറയുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ചോദ്യങ്ങളാണ്. ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കാം മനസ്സിലുണ്ടാവുക. എൻ്റെ മനസ്സിലുള്ള സംശയങ്ങളായിരിക്കില്ല മറ്റൊരാളുടെ മനസ്സിലുണ്ടാവുക. പക്ഷേ ഈ എല്ലാ സംശയങ്ങളും അർജുനൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇത്തരം സംശയങ്ങൾ ഉണ്ടാവാം, പക്ഷേ അതിലെ തത്വം മനസ്സിലാക്കണം എന്ന് മാത്രം. അപ്പോൾ അർജുനൻ്റെ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഭഗവാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധഭൂമിയാണ് സന്ദർഭവേദി. ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാന്റെ മറുപടിയാണ് അർജുനൻ ഇതുവരെ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഏതായാലും ഈ ഒരു ഭാഗം നമുക്ക് ആദ്യം കേൾക്കാം. എന്താണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത് എന്ന്. അപ്പോൾ ആദ്യം എന്ത് വേണം, നമ്മുടെ ഈ ഭാഗത്തെ ശ്ലോകം നമ്മുടെ രാധിക മോൾ ഇവിടെ ചൊല്ലാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. രാധിക മോൾ ചൊല്ലുന്നത് നമുക്ക് ആദ്യം കേൾക്കാം. അത് കേട്ടതിന് ശേഷം അതിൻ്റെ അന്വയ അർത്ഥം കേൾക്കാം, അതിൻ്റെ ഒറ്റ നോട്ടത്തിലുള്ള അർത്ഥം കേൾക്കാം. അതിനുശേഷം നമുക്കതിൻ്റെ അകത്തളങ്ങളിലേക്ക് കയറി നോക്കാം. ഏതായാലും രാധികയുടെ ആ അമൃത മൊഴികൾ കേൾക്കുക. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 ശ്ലോകം 11. അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂന ഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാ. അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂന ഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാ. അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂന ഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാ. എല്ലാവരും കേട്ടല്ലോ. വളരെ സ്ഫുടമായിട്ട് ഓരോ പദങ്ങളും എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഈ രാധിക മോൾ ഇവിടെ ഇപ്പോൾ അത് ചൊല്ലിയിട്ടുള്ളത്. ഇതുപോലെ ചൊല്ലാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കുക. പെട്ടെന്നൊന്നും എല്ലാവർക്കും പഠിച്ച് ഇതാവാൻ കഴിഞ്ഞെന്ന് വരില്ല. ഏതായാലും അതിൻ്റെ അന്വയ അർത്ഥം എന്താണെന്ന് നോക്കാം. ശ്രീ ഭഗവാനുവാച എന്ന് വെച്ചാൽ ശ്രീ ഭഗവാൻ പറഞ്ഞു. അശോച്യാൻ, അശോച്യാൻ എന്ന് വെച്ചാൽ അശോച്യന്മാരെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് അശോച്യന്മാരെ എന്നുള്ളത്? അത് ദുഃഖിക്കേണ്ടാത്തവർക്കു വേണ്ടി എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. അന്വശോച, അന്വശോച എന്ന് പറഞ്ഞാൽ അനുശോചിക്കുന്ന എന്നർത്ഥം. എന്ന് വെച്ചാൽ ദുഃഖിക്കുന്ന എന്നർത്ഥം. ത്വം എന്ന് വെച്ചാൽ നീ. പ്രജ്ഞാവാദാൻ എന്ന് വെച്ചാൽ പ്രജ്ഞാവാദങ്ങളെ എന്ന് വെച്ചാൽ വിവേകികളുടെ വാക്കിനെയും. ഭാഷസേ ച പറയുകയും ചെയ്യുന്നു. ഗതാസൂൻ പ്രാണൻ പോയവരെ, അഗതാസൂൻ ച പ്രാണൻ പോകാത്തവരെ കുറിച്ചും. പണ്ഡിത എന്ന് വെച്ചാൽ പണ്ഡിതന്മാർ അല്ലെങ്കിൽ അറിവുള്ളവർ. ന അനുശോചന്തി
അനുശോചിക്കുന്നില്ല എന്ന് വെച്ചാൽ ദുഃഖിക്കുന്നില്ല എന്നർത്ഥം. ഇനി ഈ ഒരു ഭാഗത്തിൻ്റെ ഒറ്റ നോട്ടത്തിലുള്ള അർത്ഥം എന്താണെന്ന് കൂടി നോക്കാം. ഇവിടെ ഭഗവാൻ പറയുന്ന വാക്കാണ്, അല്ലയോ അർജുന, ആരെക്കുറിച്ചാണോ ദുഃഖിക്കേണ്ടതില്ലയോ അവരെക്കുറിച്ച് നീ ദുഃഖിക്കുന്നു. വലിയ വിദ്വാൻമാരുടെ വാക്കുകളെ പറയുകയും ചെയ്യുന്നു. പ്രാണൻ പോയവരെക്കുറിച്ചും പ്രാണൻ പോകാത്തവരെക്കുറിച്ചും പണ്ഡിതന്മാർ ദുഃഖിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലായി എന്ന് വരില്ല. ഏതായാലും നമുക്ക് അതിൻ്റെ അകത്തളങ്ങളിലേക്ക് നോക്കാം. ഈ ഒരു ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഭഗവാന്റെ പ്രശംസയും അല്ലെങ്കിൽ സ്തുതിയും അതേപോലെ ഒരു പരിഹാസവും നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ അർജുനൻ്റെ വാക്കുകൾ അറിവുള്ളവൻ്റെതെന്ന വിധത്തിലാണ് ഇവിടെ പറയുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ അറിവില്ലാത്തവനെ പോലെ ദുഃഖിക്കുന്നതായും കാണുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാൻ ഇത്തരത്തിൽ പറയുന്നത്. എന്തെന്നാൽ യുദ്ധത്തിൽ കൊല്ലപ്പെടേണ്ടി വരുന്നവരെ പറ്റി ദുഃഖിക്കുന്നത് അറിവില്ലാത്തവരുടെ ലക്ഷണമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അറിവുള്ളവൻ്റെ വാക്ക് പറയുകയും മറിച്ച് നേരെ തിരിച്ച് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ തൊട്ട് മുമ്പുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ കേട്ട എന്താണ്? ആരെയും കൊല്ലുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ആര് പറഞ്ഞു? അർജുനൻ പറയുന്നു. ശത്രുക്കളെ ആയുധമില്ലാതെ നേരിട്ട് അവരാൽ കൊല്ലപ്പെടുന്നത് പോലും സന്തോഷമാണ്. കാരണം ആയുധവുമായി വരുന്ന ശത്രുക്കളെ ആയുധമില്ലാതെ അവരുടെ അടുത്തേക്ക് പോവുകയും എന്നിട്ട് അവർ നമ്മളെ കൊന്നു കഴിഞ്ഞാലും അതും സന്തോഷമാണ് എന്ന് പറയുന്നു. ഇതിനു മുമ്പ് അർജുനൻ പറഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് ഗുരുവായിട്ടുള്ള അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ രക്തം പുരണ്ട ഭോഗത്തെക്കാൾ ഭിക്ഷയെടുത്ത് ജീവിക്കുന്നതാണ് ഉത്തമം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഒരു ക്ഷത്രിയന് ചേർന്ന വാക്കുകളല്ല, മറിച്ച് ഒരു സന്യാസിയുടെ ലക്ഷണമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവിടെ കൃഷ്ണൻ പറയുന്നൊരു വാക്കെന്താണെന്ന് അറിയോ? അർജുനൻ പറയുന്നത് ശ്രേഷ്ഠമായ വാക്കാണ്. ആ വാക്ക് പറയുന്ന അർജുനൻ പറഞ്ഞല്ലോ, ഗുരുവിനെ കൊന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കപ്പെടേണ്ട പൂജിക്കപ്പെടേണ്ട ആൾക്കാരെ കൊന്നിട്ട് അതിൽ സന്തോഷം ഉൾക്കൊള്ളുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷയെടുത്ത് ജീവിക്കുന്നതാണ് എന്ന വാക്കുണ്ടല്ലോ, അത് ശ്രേഷ്ഠമായ വാക്കാണ്. പക്ഷെ ആര് പറയണം? ഇതിനു മുമ്പ് ഒരുപാട് ക്ഷത്രിയന്മാരെ നിഹനം ചെയ്തിട്ടുണ്ട്. നിരവധി ആൾക്കാരെ അർജുനൻ കൊന്നുകളഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള അർജുനനാണ് പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെ കൊല്ലുന്നതെല്ലാം മഹാപാപമാണ് എന്ന്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തർത്ഥമല്ലേ? സാധാരണ ഒരാളെയും കൊല്ലാതെ ആരെയും ഉപദ്രവിക്കാതെ എല്ലാവരും സ്നേഹിച്ച് എല്ലാവരെയും ബഹുമാനിച്ച് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി നിൽക്കുന്ന ഒരാളാന്നിരിക്കട്ടെ, അവർ പറയുകയാണ് അയ്യോ ഒരാളെയും കൊല്ലാൻ പാടുള്ളത് മോശമാണ് എന്ന് പറഞ്ഞാൽ അതിന് കാരണമുണ്ട്, അതിനർത്ഥമുണ്ട്. എന്നാൽ അർജുനൻ അങ്ങനെയല്ല. അർജുനൻ ക്ഷത്രിയനാണ്. ക്ഷത്രിയനായതുകൊണ്ട് തന്നെ നിരവധി രാജാക്കളുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സാക്ഷാൽ പരമശിവനായിട്ട് പോലും യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നിരവധി ആൾക്കാരെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അർജുനൻ വന്നിട്ടാണ് പറയുന്നത് ഇവിടെ ആരെയും കൊല്ലാൻ പാടില്ല, ആരെയും കൊല്ലപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇനി ശത്രുക്കൾ യുദ്ധത്തിന് വന്നാൽ അവരോട് ഞാൻ ആയുധമില്ലാതെ യുദ്ധം ചെയ്തിട്ട് കൊല്ലപ്പെടുന്നതും ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അർജുനൻ. അങ്ങനെ പറയുന്ന വാക്കൊന്ന് പ്രവൃത്തി ഒന്ന്, ശരിയല്ലേ? അങ്ങനെയാണ് പറയാൻ പാടുണ്ടോ? നമ്മൾ ഒരു മുഴുവൻ ആൾക്കാരും പീഡിപ്പിക്കുക, പറ്റിക്കുക, തട്ടിപ്പ് നടത്തുക, അതുപോലെ തന്നെ മോഷണം നടത്തുക, കൊള്ള നടത്തുക, ഇതൊക്കെ ചെയ്യുന്ന ഞങ്ങളാണ് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയുന്നു, ഒരാളോട് പറയുകയാണ് അയ്യോ പിടിച്ചു പറയും മഹാമോശമാണ്, കൊള്ള ചെയ്യാൻ പാടില്ല, അതൊക്കെ മഹാ തെറ്റാണ് എന്ന് ഞാൻ പറയുന്നതിൽ എന്താ അർത്ഥം? കാരണം ഇതെല്ലാം ചെയ്തിട്ടാണ് ഞാനുള്ളത്. ഞാൻ മറ്റൊരാൾ അങ്ങനെ ഉപദേശിക്കാൻ പാടുണ്ടോ? ഇവിടെ ഒരു കഥ പറയാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അരികിലേക്ക് ഒരമ്മ ഒരു കുട്ടിയെയും കൊണ്ട് പോകുന്നു. എന്തിനാ കൊണ്ടുപോകുന്നത്? എല്ലാവരും കേട്ട കഥയാണ്. എന്തിനാ കൊണ്ടുപോകുന്നത്? ആ കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഈ ശർക്കര എന്ന് വെച്ചാൽ മധുരം നല്ലതുപോലെ എടുത്ത് കഴിക്കും. അമ്മ എന്ത് പറഞ്ഞിട്ട് ഈ കുട്ടി കേൾക്കുന്നില്ല. കുട്ടിക്ക് എന്ത് പറഞ്ഞാലും മധുരം കഴിക്കണം. അമ്മയുടെ ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ പോയിട്ട് ആ പാത്രത്തിൽ നിന്ന് അത് എടുത്തിട്ട് കഴിക്കും. അവസാനം അമ്മ ഈ കുട്ടിയെ കൂട്ടി ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അടുത്തേക്ക് വരുമ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അടുത്ത് എന്തിനാണ് കൊണ്ടുവരുന്നത്? ആ സ്വാമി പറഞ്ഞാൽ മക്കൾ കേൾക്കും.
കാരണം ഇതിനു മുമ്പ് പലതവണ വന്നിട്ടുണ്ട്. ആ സ്വാമി എന്താണോ പറയുന്നത് അത് അതേപടി അനുസരിക്കാൻ അവൻ ചെയ്യാറുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഈ കാര്യം രാമകൃഷ്ണ പരമഹംസരോട് പറയാം. അപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞിട്ട് കുട്ടിയെ ശരിയാക്കല്ലോ എന്നാണ് ധരിച്ചത്. അങ്ങനെ കൂട്ടിയിട്ട് നേരെ രാമകൃഷ്ണ പരമഹംസരുടെ അടുത്തേക്ക് എത്തി. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ മോൻ ഇങ്ങനെ ശർക്കര തിന്നൊരു ശീലമുണ്ട്, അത് അങ്ങൊന്ന് പറഞ്ഞ് ശരിയാക്കണം. അപ്പോൾ ഉടൻ തന്നെ ഇദ്ദേഹം ഒന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, ശരി, ഞാനത് ചെയ്തുതരാം. പക്ഷെ ഇപ്പോഴല്ല, അടുത്ത ആഴ്ച വരൂ, അന്ന് ഞാനെല്ലാം ശരിയാക്കി തരാം. പിറ്റത്തെ ആഴ്ച ഈ കുട്ടിയെയും കൂട്ടിയിട്ട് ഈ അമ്മ വീണ്ടും വരുന്നു. അപ്പോഴും ഈ രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു വെച്ചാൽ, ഒരു കാര്യം ചെയ്യൂ, അടുത്ത ആഴ്ച വരൂ, ഏതായാലും ഈ ഒരാഴ്ച കാത്തുന്നില്ല, ഒരാഴ്ചയും കൂടി കാത്തു നിൽക്കും, ഞാനെല്ലാം ശരിയാക്കി തരാം. തിരിച്ചു പോയി. അതിൻ്റെ പിറ്റേത്തെ ആഴ്ച ഈ അമ്മ ഈ കുട്ടിയെയും കൂട്ടി വീണ്ടും വന്നപ്പോൾ രാമകൃഷ്ണ പരമഹംസർ മെല്ലെ കുട്ടിയെ വിളിച്ച്, വരൂ മോനെ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞു. മോനായിട്ട് അടുത്ത് വിളിച്ച് മടിയിലിരുത്തി. എന്നിട്ട് പറഞ്ഞു, മോനെ ശർക്കര തിന്നരുത്. ഈ ശർക്കര തിന്നത് മഹാപാപമാണ്. പാപമല്ല, തെറ്റിപ്പോയതാണ്. ഈ ശർക്കര തിന്നത് ഒരുപാട് രോഗങ്ങളുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ശർക്കര തിന്നുന്നത് മഹാമോശമാണ്, നമുക്കില്ലാത്ത അസുഖങ്ങളുണ്ടാക്കും, അത് നാളെ നമുക്കൊരു ദുഃഖം ഉണ്ടാക്കും. അതുകൊണ്ട് മോൻ ശർക്കര തിന്നല്ലേ എന്ന് പറഞ്ഞു. മോൻ പറഞ്ഞില്ല, ഞാനത് തിന്നില്ല എന്ന് പറഞ്ഞു. കുട്ടിയെ എഴുന്നേറ്റ്. അപ്പോൾ ഈ അമ്മ എന്താ ചിന്തിച്ചെന്നറിയോ, രാമകൃഷ്ണ പരമഹംസർ ഞാൻ 2 തവണ വന്ന സമയത്തും ഒന്നും പറഞ്ഞില്ല, 3ാമത് ഇപ്പോൾ വന്ന സമയത്താണ് പറയുന്നത്. എന്നാൽ ഞാൻ ആദ്യം തന്നെ കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ ഇത് പറഞ്ഞുകൂടായിരുന്നോ എന്നൊരു സംശയം. കുട്ടിയെ മാറ്റി നിർത്തി അമ്മ മെല്ലെ ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് ഈ സംശയം ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഗുരു പറഞ്ഞെന്താണെന്നറിയോ, നിങ്ങൾ കുട്ടിയെയും കൊണ്ട് എൻ്റെ അരികിലേക്ക് വരുന്ന അവസരത്തിൽ എനിക്കും ഇതുപോലെ ശർക്കര തിന്നുന്നൊരു ശീലമുണ്ടായിരുന്നു. അപ്പോൾ ഈ ശർക്കര തിന്നുന്നത് ഞാൻ വേറൊരാളോട് പറയാൻ പാടുണ്ടോ, ശർക്കര തിന്നാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അപ്പോൾ അത് നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരാഴ്ച ശ്രമിച്ചു നോക്കി, പറ്റുന്നില്ല. അങ്ങനെ 2 ആഴ്ച കൊണ്ടാണ് അത് പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റിയത്. അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ കുട്ടിയോട് പറയാമല്ലോ. ഇവിടെ അർജുനൻ പറയുന്നത് എന്താണെന്നറിയോ, യുദ്ധം ചെയ്യുന്നത് മഹാപാപമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന അർജുനൻ അതിന് തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിൽ പോലും യുദ്ധസന്നാഹത്തിന് വേണ്ടിയിട്ട്, ഇവരെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാരെ കാണാൻ പോവുകയും സൈന്യങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്ത അർജുനനാണ്. ആ അർജുനന് എന്ത് കാര്യമുള്ളത് പറയാൻ? അപ്പോൾ അതാ പറഞ്ഞ്, വിദ്വാൻമാരെ പോലെ അർജുനൻ ഞങ്ങളുടെ അവിടെ പറയുകയാണ് ഒരുപാട് കാര്യങ്ങൾ. പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രേഷ്ഠമാണ്. ഇവിടെ പറഞ്ഞത് അതുകൊണ്ടാണ്, അല്ലയോ അർജുന, ഇവിടെ നീ പറഞ്ഞത് വളരെ ശ്രേഷ്ഠമായ കാര്യമാണ്, വിദ്വാൻമാരെ പോലെ തന്നെയാണ് സംസാരിച്ചത്. പക്ഷേ നീ പറഞ്ഞത് മുഴുവൻ തന്നെ നടപ്പിലാക്കാൻ പറ്റാത്ത കാര്യമാണ്. നീ പറയാൻ പാടില്ലാത്ത കാര്യം, നീ പറഞ്ഞ സന്യാസിമാർ പറയുന്ന വാക്കുകളാണ്. നീ സന്യാസിയല്ല, നീ ക്ഷത്രിയനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നീ ഈ മൂല്യങ്ങളായ വാക്കുകൾ സംസാരിക്കുന്നുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ ഈ വാക്കുകൾക്ക് പ്രസക്തിയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല. അവിടെ പറഞ്ഞ് നിർത്തി. അർജുനൻ്റെ ആ വാക്കിന് അവിടെ ഇതാക്കി. കാരണം വെച്ചാൽ നമ്മൾ പറയുന്നത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യമായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന കാര്യമായിരിക്കണം, അല്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല. എന്നിട്ട് പറയുന്നത് എന്താ അറിയോ, ഇവിടെ പറയുന്നത് വെച്ചാൽ ആരെക്കുറിച്ചാണോ ദുഃഖിക്കേണ്ട, ഒരാളെക്കുറിച്ച് നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആരെക്കുറിച്ചാണോ ദുഃഖിക്കാണ്ടിരിക്കേണ്ടത് അവരെക്കുറിച്ചാണ് നീ ദുഃഖിക്കുന്നത്. നമ്മൾ ചില ആൾക്കാർ ഇങ്ങനെ കരയും. ഉദാഹരണത്തിന്, ഞാൻ അങ്ങോട്ട് മരിച്ചു പോയിരിക്കട്ടെ, ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ മാതാപിതാക്കളൊക്കെ വാവിട്ട് അല്ലെങ്കിൽ നിലവിളിച്ച് കരയും. സാധാരണയായിട്ട് കരയുന്ന കാണാം, എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നതാണ്. പക്ഷേ ഈ കരയുന്ന അവസരത്തിൽ എല്ലാവരും, ജനങ്ങളൊക്കെ വന്നിട്ടുണ്ട് മരിച്ചു കിടക്കുന്നത് കാണുമ്പോൾ, അപ്പോൾ എൻ്റെ ഭാര്യ ഇങ്ങോട്ട് കരയാണ്. ആ അവസരത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് ഈ ശരീരത്തെ കെട്ടിപ്പിടിച്ച് പറയുകയാണ്, അയ്യോ എൻ്റെ വിനുവാട്ടിനെ കൊണ്ടുപോകല്ലേ, എനിക്ക് ആരുമില്ലേ, ആരും കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരുതി കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞു. എന്നാൽ ആ കൂടിയിരിക്കുന്ന ആൾക്കാർ തീരുമാനിക്കുകയാണ്, ശരി, നിങ്ങളുടെ വിലയേറിയ ആഗ്രഹമല്ലേ, നിങ്ങളുടെ ഭർത്താവിൻ്റെ ശരീരം കൊണ്ടുപോകുന്നില്ല, ഇവിടെ തന്നെ വെച്ചോളൂ എന്ന് പറഞ്ഞാൽ ഈ കരശീന്ന ആൾക്കാർ സ്പോട്ടിൽ കരച്ചിൽ നിർത്തും. എന്തുകൊണ്ടാണ്? കാരണം ഈ ശരീരത്തിന് പിന്നെ അവർക്ക് സഹിക്കാൻ കഴിയില്ല. അത്ര വരെ തൊട്ട് മുമ്പത്തെ ദിവസം വരെ കെട്ടിപ്പിടിച്ച് കിടന്നവരാ. പക്ഷേ ആ ഒരു ദുഃഖത്തിൽ അങ്ങനെ പറഞ്ഞു കരയുന്നു. പക്ഷേ അവർക്കത് സ്വീകരിക്കാൻ പറ്റില്ല. ഒരു ഉദാഹരണം കൂടി പറയാം. ഈ കരയുന്ന അവസരത്തിൽ
മകനായിട്ടില്ല, എൻ്റെ മകൻ വിദേശത്താണ്, മകളും വിദേശത്താണ്, അവർ നാളെ വരൂ എന്നിരിക്കട്ടെ. അവർ നാളെ വരൂ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ബോഡി ഇവിടെ ഇങ്ങനെ കിടത്തിയിട്ടുണ്ട്. സന്ധ്യയായി, പല ഭാഗത്തു നിന്ന് വന്ന ആൾക്കാരാണ്, അയൽവാസികളൊക്കെ ഉണ്ട്. അവരൊക്കെ പറയുകയാണ്, ഒരു കാര്യം ചെയ്യും, നാളെയല്ല എന്ന് മക്കളൊക്കെ വരിക, അതുകൊണ്ട് ഇന്ന് നമ്മൾ എല്ലാവരും പോകാം, നാളെ രാവിലെ ഞങ്ങൾ വന്നിട്ടാകുമ്പോൾ ഇത് ദഹിപ്പിക്കാം. അതുവരെ ഇന്നലെ രാത്രി വിനോദിൻ്റെ ഭാര്യയും ഒരു മുറിയിൽ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയതല്ലേ, നിങ്ങൾ ഏതായാലും ഇന്നും കൂടി അങ്ങനെ കിടക്കൂ, നാളെ വന്നിട്ട് നമ്മൾ ദഹിപ്പിക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ എൻ്റെ ശരീരത്തിനൊപ്പം കിടക്കാൻ തയ്യാറാകുമോ? ഇനി എൻ്റേത് വേണ്ട, നിങ്ങൾ ആരെങ്കിലും ഒരാൾ തയ്യാറാകുമോ? പിന്നെ അതും വേണ്ട, നമ്മുടെ മക്കളാവട്ടെ, നമ്മുടെ അച്ഛനാവട്ടെ, നമ്മുടെ ഭർത്താവട്ടെ, നമ്മുടെ ഭാര്യയാവട്ടെ, സഹോദരിയാവട്ടെ, സഹോദരന്മാരാവട്ടെ, ഇവരാരെങ്കിലും മരിച്ചു നിൽക്കട്ടെ, ആ ശരീരത്തോടൊപ്പം ആ രാത്രി നമ്മൾ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ കെട്ടിപ്പിടിച്ച് കിടക്കാൻ തയ്യാറാകുമോ? ഇല്ല. പക്ഷെ നമ്മളെന്താ പറയുന്നത്? ഈ മരിച്ചു പോയതിനെക്കുറിച്ച് നമ്മൾ ഓർത്ത് ദുഃഖിക്കുകയാണ് ചെയ്യുന്നത്. അയ്യോ പോകല്ലേ പോകല്ലേ, എനിക്കാരുമില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദുഃഖിക്കുന്നു. അപ്പോൾ നമ്മൾ ഏതിനെയാണ് സ്നേഹിച്ചത്? ഈ ശരീരത്തിനെയാണോ സ്നേഹിച്ചത്? ഈ ശരീരത്തിനെയാണ് സ്നേഹിച്ചതെങ്കിൽ നമ്മൾ കരയുന്നതിന് അർത്ഥമുണ്ട്. നമ്മളതിനെ പിറ്റേ ദിവസം രാത്രി കെട്ടിപ്പിടിച്ച് കിടക്കാൻ തയ്യാറാവണം. കാരണം ഈ ശരീരത്തിനെയാണ് നമ്മൾ സ്നേഹിച്ചത് എന്നുള്ള ബോധമുണ്ടെങ്കിൽ. എന്നാൽ ഇവിടെ ശരീരം എന്ന് പറയുന്നതിനെ നമ്മളല്ല ആര് വിചാരിച്ചാലും നശിക്കുന്നത് ഇല്ലാണ്ടാക്കാൻ കഴിയില്ല. ചിലപ്പോൾ ഒരു അറ്റാക്ക് വന്നിട്ടായിരിക്കും മരിക്കുക, അല്ലെങ്കിൽ ഒരു അപകടത്തിലായിരിക്കും മരിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും തച്ചു കൊന്നിട്ടായിരിക്കും മരിക്കുക. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ ശരീരത്തിന് നാശം ഉണ്ടാകും, അല്ലെങ്കിൽ പ്രായാധിക്യം വന്ന് രോഗം വന്നിട്ട് എങ്ങനെയായാലും ഇത് മരിക്കും. ആരും കൊന്നാലും ഇല്ലെങ്കിലും ഈ ശരീരം നശിച്ചേ പറ്റൂ. അത് നിശ്ചിത കാലം കഴിയുമ്പോൾ ഈ ശരീരം നശിക്കും, ഉറപ്പാണ്. അപ്പോൾ ഈ ശരീരത്തിൽ നിന്നൊരു ആത്മാവ് വെളിയിലേക്ക് പോയിട്ടുണ്ട്. ആ ആത്മാവ് വെളിയിലേക്ക് പോയത് കൊണ്ടാണ് പിറ്റേ ദിവസം മുതൽ ഇത് നിർജീവമായിട്ട് അവിടെ കിടക്കുന്നത്. എൻ്റെ ശരീരമാകട്ടെ, ഞാൻ മരിച്ചു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ ശരീരത്തിൽ നിന്നൊരു സത്ത് വെളിയിലേക്ക് പോയത് കൊണ്ടല്ലേ ഇതിനായി മരിച്ചു എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ പറയില്ലല്ലോ. അപ്പോൾ മരിച്ചു എന്ന് പറയുമ്പോൾ ഈ ശരീരം നിർജീവമായി കിടക്കുന്നുണ്ട്. എപ്പോഴായാലും ഈ ശരീരം നശിക്കേണ്ടതാണ്. പക്ഷേ ഈ ശരീരത്തിലുള്ള ഒരാത്മാവ് വെളിയിലേക്ക് പോയി എന്ന് പറയുന്നു. ആ ആത്മാവിന് ഒരിക്കലും മരണമില്ല, ഒരിക്കലും ആത്മാവ് മരിക്കുന്നില്ല. ആ ആത്മാവ് ഈ ശരീരത്തിൽ നിന്നും വെളിയിലേക്ക് വരുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ ശരീരം എപ്പോഴായാലും നശിക്കേണ്ടതാണ്. അതുപോലെയാണ് അർജുനൻ ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ വന്നിട്ട് ദ്രോണരോടോ അല്ലെങ്കിൽ ദുശാസനോടോ അല്ലെങ്കിൽ ദുര്യോധനനോടോ അല്ലെങ്കിൽ കർണനോടോ യുദ്ധം ചെയ്തില്ല എന്നിരിക്കട്ടെ. എന്നിരുന്നാലും ഈ അർജുനൻ്റെ എതിരാളികളായിട്ടുള്ള എല്ലാവരുടെ ശരീരവും ഒരു കാലത്ത് നശിക്കേണ്ടതാണ്. അർജുനൻ വിചാരിക്കുന്നത് ഞാൻ നശിപ്പിച്ചിട്ടെങ്കിൽ നശിക്കുകയില്ല എന്ന് ചിന്തിക്കാൻ പാടില്ല. കാരണം എന്താ? ആ ശരീരത്തിന് എപ്പോഴായാലും നാശമുണ്ട്. അപ്പോൾ നമ്മൾ ഈ എപ്പോഴായാലും നാശം ഉണ്ടാകേണ്ടുന്ന ഈ ശരീരത്തെക്കുറിച്ചാണ് ചിന്തിച്ചിട്ട് ഇപ്പോൾ ദുഃഖിക്കുന്നത്. എങ്ങനെയായാലും അതിന് നാശം ഉണ്ടാകും. ആ ശരീരത്തെക്കുറിച്ച് അതാ പറയുന്നത്, ആവശ്യമില്ലാത്തതിനെ കുറിച്ചാണ് ഇപ്പോൾ ദുഃഖിക്കുന്നത്. ഈ ശരീരം എപ്പോഴായാലും നശിക്കുമെന്നൊരു ബോധം നമുക്കുണ്ടെങ്കിൽ ആ ശരീരത്തെക്കുറിച്ച് നമ്മൾ ദുഃഖിക്കില്ല. ഈ ശരീരത്തെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഓരോ ആൾക്കാരും ചിന്തിക്കേണ്ടത്, ഇന്നല്ലെങ്കിൽ നാളെ ഈ ശരീരം നശിച്ചു പോകേണ്ടതാണ്, ഇത് നമ്മുടെ സ്വന്തമല്ല. അതുകൊണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ ദുഃഖിക്കുന്നത്? നമ്മൾക്ക് ആത്മാവിനെ കുറിച്ചാണ് ദുഃഖിക്കുന്നിരിക്കട്ടെ. അങ്ങനെയാണ് ദുഃഖിക്കുന്നതെങ്കിൽ ഈ ശരീരത്തിൽ നിന്ന് പോയ ആ ആത്മാവുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് നമ്മൾ ദുഃഖിക്കുന്നതെങ്കിൽ നമ്മൾ ചിന്തിക്കുക, ആ ആത്മാവിന് മരണമില്ല, ആ ആത്മാവിന് ജനനവുമില്ല. അങ്ങനെ ജനനവും മരണവുമില്ലാത്ത ശ്രേഷ്ഠമായ ഒരു സംഭവമാണ് ആത്മാവ് എന്നുള്ളത്. ആ ആത്മാവ് ഇന്ന് എൻ്റെ ശരീരത്തിലുണ്ടാകാം. ഈ ശരീരം വിട്ടുപോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കും. അതാണ് ആത്മാവിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ജ്ഞാനപ്പാനയിൽ ഈച്ച ചത്തു പൂച്ചയായിടുന്നു, നരി ചത്തു നരനായി പിറക്കുന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ നമ്മുടെ ഈ ആത്മാവ് ഓരോ ശരീരങ്ങളിങ്ങനെ സ്വീകരിച്ച് ഇങ്ങനെ പോവുകയാണ് കർമ്മഫലം അനുസരിച്ച്. ഉദാഹരണത്തിന് നമ്മളൊരു ഡ്രൈവറാണെന്ന് കരുതുക, അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവറല്ല, നമ്മളൊരു യാത്രക്കാരനാണെന്ന് വിചാരിക്കുക. നമ്മൾക്ക് ഇവിടുന്ന് കാശിയിലേക്കാണ് പോകേണ്ടത്, യാത്ര ചെയ്യേണ്ടത് കാശിയിലേക്കാണ്. അപ്പോൾ കാശിയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിൽ ഒരു വാഹനത്തിൽ, ഉദാഹരണത്തിന് ഞാൻ കണ്ണൂരാണ്, അപ്പോൾ കണ്ണൂരിൽ നിന്നും
ഞാൻ ട്രെയിൻ കയറി, അല്ലെങ്കിൽ കണ്ണൂരിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ തളിപ്പറമ്പിൽ നിന്ന് ഞാൻ ബസ്സിൽ കയറി കണ്ണൂരിറങ്ങി. അപ്പോൾ ആ ബസ്സിൽ ഒരു ഡ്രൈവർ ഉണ്ടാകാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വണ്ടി എടുത്തിട്ടാണ് പോകുന്നിരിക്കട്ടെ. അപ്പോൾ ഞാൻ ആ വണ്ടി അവിടെ വെച്ചു, അതിൽ നിന്ന് ഇറങ്ങി. ആ വണ്ടി നിശ്ചലമായി. പിന്നെ വണ്ടി മുന്നോട്ട് പോവില്ല. ഞാൻ അതിൽ നിന്ന് ഇറങ്ങി. ഞാനാണ് ആ ഡ്രൈവ് ചെയ്തത്. ആ വണ്ടി അവിടെ നിശ്ചലമായി. പക്ഷേ ആ വണ്ടിക്കുള്ളിലുള്ള ആത്മാവ്, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, മറ്റൊരു വണ്ടിയിലേക്ക് കയറി. ഞാൻ ഒരു ട്രെയിനിലേക്ക് കയറുന്നു. ഇവിടെ ആ വണ്ടി നിർജീവമായി. ആ വണ്ടി ഇനി മുന്നോട്ട് പോകില്ല. ആദ്യം ഞാൻ വന്നത്, പക്ഷേ അതിൻ്റെ അകത്ത് ഉള്ളിലുണ്ടായിരുന്ന ഞാൻ മറ്റൊന്നിലേക്ക് കയറി. അതുപോലെ ഒരു ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആത്മാവ് ഈ ശരീരം മതിയായി തോന്നി, അല്ലെങ്കിൽ ശരീരത്തിനെ കൊണ്ട് ഉപകാരമില്ല, ഇതൊക്കെ വേണ്ടാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ, ആ ശരീരം ഉപേക്ഷിക്കുന്ന അവസരത്തിൽ ഈ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആത്മാവായിട്ടുള്ള വസ്തു നേരെ മറ്റൊരു ശരീരത്തിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. സ്കൂട്ടറിൽ യാത്ര ചെയ്തു, അല്ലെങ്കിൽ കാറിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ നിന്നും മറ്റൊരു വാഹനത്തിലേക്ക് കയറിയിട്ട് യാത്ര തുടരുന്നത് പോലെ എൻ്റെ ആത്മാവ് ഈ ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ശരീരത്തിൽ കയറിയിട്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഞാൻ ട്രെയിനിൽ കയറി. ആ ട്രെയിനിൽ നേരെ പാലക്കാട് വന്നിറങ്ങിയെന്നിരിക്കട്ടെ. ഈ പാലക്കാട് ഞാൻ വന്നിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടിയിൽ ഞാനില്ല. ആ വണ്ടിയിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ട് മറ്റൊരു വണ്ടിയിലേക്ക് കയറുകയാണ്. അങ്ങനെ വണ്ടികൾ മാറി മാറി കയറിയിട്ട് അവസാനം കാശിയിലെത്തുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ആത്മാവ് പല പല ശരീരങ്ങൾ സ്വീകരിച്ചിട്ട് അവസാനം കാശിയിലെത്തുന്നതിന് പകരം ശ്രേഷ്ഠമായ മോക്ഷത്തിലേക്ക് എത്തിച്ചേരാം എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ പലതരത്തിലുള്ള ശരീരങ്ങൾ സ്വീകരിക്കും നമ്മുടെ കർമ്മഫലം അനുസരിച്ച്. നമ്മൾക്ക് കാശിയിലേക്ക് പോകാൻ മോഹമുണ്ടെങ്കിൽ നമ്മൾ ശ്രേഷ്ഠമായ പാതകളിലൂടെയാണ് നമ്മൾ അവിടത്തേക്ക്, നമ്മുടെ മോഹമാണ്. മോക്ഷത്തിലേക്ക് എത്താൻ മോഹമുള്ള ആൾക്കാർ ശ്രേഷ്ഠമായ കർമ്മം ചെയ്തിട്ട് അവിടത്തേക്ക് എത്തണം. അപ്പോൾ നിരവധി ശരീരങ്ങൾ മാറി മാറി സ്വീകരിക്കണം. അപ്പോൾ ആത്മാവിന് മരണമില്ല, ആത്മാവിന് ജനനവുമില്ല, ആത്മാവിന് ഒരാൾക്ക് കൊല്ലാനും കഴിയില്ല, ആർക്കും കാണാനും കഴിയില്ല, അനുഭവിച്ചറിയാനേ പറ്റൂ. നമ്മുടെ ശരീരത്തിലുള്ള ആത്മാവിനെ, എൻ്റെ ശരീരത്തിൽ ആത്മാവ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുകയും നിങ്ങളോട് പെരുമാറുകയും നിങ്ങളായിട്ട് ഇടപഴകുകയും ഒക്കെ ചെയ്യുന്നത്. ഈ ആത്മാവ് ഇതിൽ നിന്ന് മാറി മറ്റൊരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ശരീരത്തിനോട് ആർക്കും പ്രതിപത്തി ഉണ്ടാകില്ല, താല്പര്യമുണ്ടാകില്ല. അപ്പോൾ ഈ ശരീരത്തിനെക്കുറിച്ചാണ് നമ്മൾ ദുഃഖിച്ചുകൊണ്ടിരുന്നത്. ഈ ശരീരത്തിനെയാണ് അസ്ത്രങ്ങൾ കൊണ്ട് ഞാൻ അവരെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയാകും, അത് മഹാപാപമാണ് എന്നൊക്കെ പറയുന്നല്ലോ അർജുനൻ. ഇവരെ കൊന്നാലും ഇല്ലെങ്കിലും ആ ശരീരം നശിക്കും. എൻ്റെ ശരീരമായാലും നിങ്ങളുടെ ശരീരമായാലും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശരീരങ്ങളും അത് നിശ്ചിത കാലമായി കഴിഞ്ഞാൽ അത് നശിച്ചു, ഉറപ്പാണ്. അപ്പോൾ ആ ശരീരം നശിക്കുന്നു എന്ന് മാത്രമല്ല, ഈ ആത്മാവ് നശിക്കുന്നതും ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ നശിച്ചു പോകുന്ന പ്രാണൻ പോയവരെക്കുറിച്ച് ദുഃഖിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഈ നശിച്ചു പോയ ശരീരത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല. അർജുനൻ ഇവിടെ ദുഃഖിക്കുന്നത് ഈ പറയുന്ന ശരീരത്തിനെ കുറിച്ചാണ്. ഞാൻ ദുശാസനെ കൊല്ലുന്നു, ഞാൻ ദുര്യോധനനെ കൊല്ലുന്നു. ദുര്യോധനൻ എങ്ങനെയാണ്? ദുര്യോധനൻ ശരീരമാണോ ആത്മാവാണോ? ദുശാസനൻ ശരീരമാണോ ആത്മാവാണോ? കർണൻ ആത്മാവാണോ ശരീരമാണോ? നമ്മൾ ചിന്തിക്കൂ. ഇനി ശരീരമാണ് കർണൻ എന്നുണ്ടെങ്കിൽ ഇവർ കൊന്നാലും ഇല്ലെങ്കിൽ കർണൻ മരിക്കും. ഈ പറയുന്ന അർജുനൻ മരിച്ചത് എങ്ങനെയാണ്? ഇവരാരെങ്കിലും കൊന്നിട്ടാണോ അർജുനൻ നശിച്ചത്? അല്ല, അതൊരു സമയമായി കഴിഞ്ഞാൽ ആ അർജുനൻ വഴിവക്കിൽ വീണ് മരിക്കുകയാണ് ചെയ്തത്, സമയമായി. പക്ഷേ അർജുനൻ്റെ ആത്മാവ് മരിച്ചിട്ടില്ല. അർജുനൻ്റെ ആത്മാവ് മറ്റൊരു ശരീരത്തിലേക്ക് പോയി. അപ്പോൾ ഈ ശരീരം നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചാണ്, ആ ശരീരത്തെ നശിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ഇദ്ദേഹത്തിന് വേവലാതി. ഞാൻ കാരണം ഒരുത്തിനെയും കൊല്ലുന്നില്ല. അർജുനൻ ആരും കൊല്ലാൻ കഴിയില്ല, നമ്മൾക്കും ആരെയും കൊല്ലാൻ കഴിയില്ല. അത് നമ്മൾ പ്രത്യേകം ഓർക്കുക. ഒരാൾ കുത്തിക്കൊന്നു എന്നൊക്കെ പറയുന്നില്ലേ, നമ്മൾക്ക് ആരെയും കൊല്ലാൻ കഴിയില്ല. അതിനകത്ത് ആത്മാവിന് മരണമേ ഇല്ല. അപ്പോൾ ആ മരണമില്ലാത്തതിനെക്കുറിച്ച് നമ്മൾ ദുഃഖിക്കേണ്ടതില്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ അർജുനൻ ദുഃഖിക്കുന്നത് ഈ മരണമില്ലാത്ത ആത്മാവിനെ കുറിച്ചാണ്. അതിനെയാണ് ഞാൻ കൊല്ലുന്നു എന്ന് പറയുന്നത്. ആത്മാവിനെ ഒരാൾക്ക് നശിപ്പിക്കാൻ കഴിയില്ല. നമ്മളിപ്പോൾ ഒരു വാഹനത്തിൽ കയറി യാത്ര ചെയ്യുകയാണ്. ആ വാഹനത്തിൽ കയറി യാത്ര ചെയ്യുന്ന അവസരത്തിൽ ആ വണ്ടി വേണമെങ്കിൽ ഒരാൾക്ക് അടിച്ച് തകർക്കാൻ പറ്റും, നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നിരിക്കട്ടെ. ആ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ വണ്ടിയെ വേണമെങ്കിൽ ഒരാൾക്ക് അഗ്നിക്കിരയാക്കാം, തച്ച് പൊളിക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾ ഇറങ്ങി വേറെ വണ്ടിയിൽ കയറിപ്പോയി. അതുപോലെയാണ് നമ്മുടെ ശരീരത്തിൽ നിന്നും ആത്മാവ് വേറിട്ട് പോകുന്നത്. പക്ഷേ അർജുനൻ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ആത്മാവിനെ ഞാൻ കൊല്ലുന്നു, അല്ലെങ്കിൽ ശരീരത്തിനെ ഞാൻ കൊല്ലുന്നു എന്നൊക്കെ പറയുന്നു, നിലവിളിക്കുന്നു. അത് ചെയ്യുന്നത് മഹാപാപമാണെന്ന് പറയുന്നു. നമ്മളിതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ ആത്മാവ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം.
ഈ ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ ആത്മാവിന് മരണമില്ല എന്നുള്ളത്. അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട്. ഈ ആത്മാവ് എന്താണ്, മരണം എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്നുമുണ്ട്. ഇവിടെ ഭഗവാൻ പറയുന്ന കാര്യം എന്താണ്? നീ ആരെക്കുറിച്ചാണോ ദുഃഖിക്കേണ്ടതില്ല എന്ന് വിചാരിക്കേണ്ടത്, അല്ലെങ്കിൽ ദുഃഖിക്കാതിരിക്കേണ്ടത് ആരെക്കുറിച്ചാണോ അവരെക്കുറിച്ചാണ് നീ ദുഃഖിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ശരീരത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചൊക്കെ. അപ്പോൾ ഇത് അറിവില്ലാത്തവൻ്റെ ലക്ഷണമാണ്. പക്ഷേ ഈ അറിവില്ലാത്തവൻ്റെ ലക്ഷണമാണ് ഈ ദുഃഖങ്ങളൊക്കെ. അർജുനനാടെ തളർന്ന് തീർത്തട്ടിലിരിക്കുന്നുണ്ട്. അത് അറിവില്ലാത്തവൻ്റെ ലക്ഷണം. കാരണം എന്താ? ഞാൻ ആരെയും കൊല്ലുന്നില്ല, ആരെയും കൊല്ലാൻ കഴിയില്ല, ആത്മാവിനെ നശിപ്പിക്കാൻ കഴിയില്ല. ഇതൊക്കെ ഇവിടെ പറഞ്ഞല്ലോ. ഈ ആത്മാവിനെ നശിപ്പിക്കാൻ കഴിയില്ല എങ്കിലും ഞാൻ ആത്മാവിനെ, അല്ലെങ്കിൽ ഞാൻ അയാളെ കൊല്ലുന്നു എന്ന് പറഞ്ഞിട്ട് വിലപിക്കില്ലല്ലോ. കൊല്ലാൻ പറ്റാത്തതിനെ കൊല്ലുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടെ വിലപിക്കുന്നത്. അപ്പോൾ ആ പേരും പറഞ്ഞിട്ട് ഒരു വിദ്വാനെ പോലെ, ഒരു പണ്ഡിതനെ പോലെ പറയുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു അറിവുള്ളവൻ, ഈ ബ്രഹ്മത്തെക്കുറിച്ച് അറിഞ്ഞവൻ, ആത്മാവിനെക്കുറിച്ച് അറിഞ്ഞവൻ ഒരിക്കലും അനുശോചിക്കുന്നില്ല, അല്ലെങ്കിൽ ദുഃഖിക്കാൻ കഴിയില്ല. സന്യാസിമാർക്ക് അല്ലെങ്കിൽ ഈ ബ്രഹ്മത്തെക്കുറിച്ച് അറിഞ്ഞവർക്ക് ഒരു ദുഃഖവും ഉണ്ടാവില്ല. മരിച്ചതിനെക്കുറിച്ച് കുറച്ച് നിലവിളിക്കില്ല. നമ്മളിവിടെ ചിന്തിക്കേണ്ടത് നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്. മക്കളുണ്ടാവാം, അതുപോലെ തന്നെ ഭർത്താവുണ്ടാവാം, ഭാര്യയുണ്ടാവാം, സഹോദരങ്ങളുണ്ടാവാം, മാതാപിതാക്കളുണ്ടാവാം. ഇവരൊക്കെ മരിക്കുമ്പോൾ നമുക്ക് ദുഃഖമില്ലേ? ശരിക്കും നമ്മൾ ദുഃഖിക്കുന്നതിൻ്റെ പൊരുൾ എന്താണ്? അർജുനൻ ദുഃഖിക്കുന്നത് പോലെ തന്നെയാണ് നമ്മളിപ്പം ദുഃഖിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നു അവർ മരിച്ചു പോകുന്നു എന്നൊക്കെ. എപ്പോഴായാലും അവർ മരിക്കേണ്ടതല്ലേ? ഏത് കാലഘട്ടത്തിലായാലും അവർ മരിച്ചു പോകേണ്ടതാണ്. നമ്മളെ മരണം വരെ ഇതെല്ലാം ഇവിടെ ഉണ്ടാകണമെന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുമോ? അതിൻ്റെ സമയമാകുമ്പോൾ അത് പോകും. അപ്പോൾ ആ ശരീരം നശിച്ചു പോവുകയും ചെയ്യും, ആത്മാവ് ഒരിക്കലും നശിക്കുന്നുമില്ല. ഈ രണ്ട് കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ദുഃഖത്തിന് ഒരു കാരണവുമില്ല. കാരണം നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മകനാവട്ടെ, ആ മകൻ്റെ ശരീരം പോകുന്നു, പക്ഷേ ആത്മാവ് വേറൊരു ശ്രേഷ്ഠമായ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ ആ മകൻ്റെ ആത്മാവിന് മരണമില്ല. ഈ മകൻ എന്ന് പറയുന്നത് മറ്റേ ശരീരം മാത്രമാണ്, ഒരു വാഹനം മാത്രം, മുന്നോട്ട് ചലിപ്പിക്കാനുള്ള ഒരു വാഹനം മാത്രം, ഒരു ഉപാധി മാത്രമാണ്. പക്ഷെ ആത്മാവിന് മരണമില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. അത് ചിന്തിക്കാതെയാണ് ഓരോ ആൾക്കാരും മരിക്കുമ്പോൾ നമ്മൾ ദുഃഖിക്കുന്നത്. അവർ ഇവിടുത്തെ ഡ്യൂട്ടി കഴിഞ്ഞു തിരിച്ചു പോകുന്നു. ഓരോ ആൾക്കാർക്കും ഓരോ ഡ്യൂട്ടിയുണ്ട്. നമ്മളിവിടെ ഭൂമിയിൽ വന്നിരിക്കുന്നത്, ഈ മനുഷ്യരൂപം എടുത്ത് വന്നിരിക്കുന്നത്, ഇവിടെ കുറച്ച് ഡ്യൂട്ടികളുണ്ട്. ആ കർമ്മങ്ങൾ നമ്മൾ പെട്ടെന്ന് പൂർത്തിയാക്കാം. ആ കർമ്മം പൂർത്തിയാക്കിയാലും ഇല്ലെങ്കിലും ആ നിശ്ചിത കാലാവധിക്കുള്ളിൽ നമ്മളിവിടുന്ന് പോയേ പറ്റൂ. ഒരാളെ ഒരു ജോലി ഏൽപ്പിക്കുകയാണ്, ഒരു ജോലി ഏൽപ്പിച്ചു. ആ ജോലി നിശ്ചിത അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ ആ ജോലി തീർത്ത് തരണം. 6 മാസത്തേക്ക് കരാർ ഉണ്ടാക്കി. ഈ 6 മാസത്തെ കരാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ നിർജീവമായിട്ട് അവിടെ ഒന്നും ചെയ്തില്ല എന്നിരിക്കട്ടെ, നമ്മൾ ആ കരാറിന് പൂർത്തിയാകുന്നതിന് മുമ്പേ ചിലപ്പോൾ നമ്മൾ ഇവിടുന്ന് പുറത്തൊക്കെ വരും, ഇല്ലേ? നമ്മൾ ജോലി ചെയ്യാതിരുന്നാൽ. എന്നാൽ അത് നമുക്ക് ശാപവാക്കുകളുമാണ്. കരാറ് കൊടുത്തിട്ട് അവൻ വേണ്ട വിധത്തിൽ ഒന്നും ചെയ്തില്ല, ഇത്രയും നല്ലൊരു ജോലി കൊടുത്തിട്ട് അവൻ കൃത്യമായി ചെയ്തില്ല, അതുകൊണ്ട് തന്നെ ഇവന് പണിഷ്മെൻറ്റ്, ഇവനെ ഇവിടുന്ന് ഒഴിവാക്കുന്നു. ഇതാണ് നമ്മുടെ ആത്മഹത്യ. നമ്മൾക്ക് ഈ ഭൂമിയിൽ അവതാരമെടുക്കുമ്പോൾ, ഭൂമിയിൽ നമ്മൾ പിറക്കുമ്പോൾ നമ്മൾക്ക് നിശ്ചിത കർമ്മങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. ഈ കർമ്മങ്ങളൊന്നും ചെയ്യാതെ മടിയന്മാരായും അലസന്മാരായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. അവസാനം നമ്മൾ കിട്ടിയതെല്ലാം ലാവിഷായി ചെലവഴിച്ച് കടം കയറി അല്ലെങ്കിൽ സമൂഹത്തിലും മോശമായ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ആത്മഹത്യ ചെയ്യുന്നു. നമ്മൾ കർമ്മം പൂർത്തിയാക്കിയിട്ടില്ല. അതേ അവസരത്തിൽ ഇവിടെ ഉള്ള നിരവധി ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എൻ്റെ കർമ്മം, ഓരോ ആൾക്കും ഓരോ കർമ്മങ്ങളുണ്ട്. മുൻ ജന്മത്തിൽ ചെയ്തു പോയ കർമ്മങ്ങൾ അല്ലെങ്കിൽ ചെയ്തു പോയ പുണ്യപാപത്തിനനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ, അത് ഭംഗിയായി പൂർത്തിയാക്കുക. മനുഷ്യൻ്റെ ജന്മം എന്ന് പറഞ്ഞാൽ എല്ലാം ശ്രേഷ്ഠമായി പെരുമാറാനുള്ളതാണ്. 84 ലക്ഷം ജീവജാലങ്ങളായി ഇവിടെ ജനിക്കുമ്പോൾ അതിലെ ഒരു ജന്മമാണ് മനുഷ്യൻ്റെത്. ഈ മനുഷ്യജന്മത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായ കർമ്മം ചെയ്യുക. കാരണം നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവ് ഈ മനുഷ്യജന്മത്തിലാണ്. അപ്പോൾ നല്ലത് മനസ്സിലാക്കിയിട്ട് ആ നന്മ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കർമ്മം. നന്മ ചെയ്യുക എന്നുള്ളത്. ഈ നന്മ ചെയ്യാതെ മറ്റുള്ളവരെ പറ്റിക്കുകയും മറ്റുള്ളവരുടെ മുതലൊക്കെ പിടിച്ചെടുക്കുകയും കൊള്ളയടിക്കുകയും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ തട്ടിപ്പൊക്കെ നടത്തിയിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ അത് കൂടുതൽ കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ശ്രേഷ്ഠമായൊരു അവസരമാണ്. 84 ലക്ഷം
ജീവികളായി ജനിച്ചിട്ട് ഒരു ജന്മം നമുക്ക് കിട്ടുകയാണ്. നീ ഈ ജന്മത്തിലെങ്കിലും നന്നാവ്, ഈ ജന്മത്തിലെങ്കിലും നീ ശ്രേഷ്ഠമായ കർമ്മം ചെയ്ത് ശ്രേഷ്ഠമായ തലത്തിലേക്ക് പോകൂ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഈ ഒരു അവസരത്തിൽ നമ്മൾ ശ്രേഷ്ഠമായ കർമ്മം നമ്മൾ ചെയ്തിട്ട് എത്രയും 6 മാസമായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക, അല്ലെങ്കിൽ 1 കൊല്ലമായിരിക്കും, അല്ലെങ്കിൽ 60 കൊല്ലമായിരിക്കും, 100 കൊല്ലമായിരിക്കും, എത്ര വർഷമാണ് നമുക്ക് കിട്ടുക എന്നറിയില്ല. പക്ഷേ എത്രയും പെട്ടെന്ന് നമ്മൾ കർമ്മം ചെയ്യുക, ഏത് ശ്രേഷ്ഠമായ നന്മകൾ ചെയ്യുക, സേവനങ്ങൾ ചെയ്യുക, എല്ലാവർക്കും പ്രിയപ്പെട്ടവരാവുക. അതൊക്കെ ചുരുങ്ങിയ സമയമുള്ളൂ. നമ്മളിനി മടിച്ചു നിൽക്കരുത്, അലസന്മാരാകരുത്. നമ്മൾ ആ കർമ്മങ്ങൾ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കുക. എന്നിട്ട് ഏത് നിമിഷവും നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ ആത്മാവ് വേർപെട്ടു പോകും. ഈ ശരീരം വെച്ചിട്ട് വേണം നമ്മൾക്ക് ഈ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കാൻ എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ ആ കർമ്മം പൂർത്തിയാക്കണം. എന്നിട്ട് ഈ ശരീരം എപ്പോഴും ഏതവസരത്തിലും ഈ ശരീരത്തിൽ നിന്ന് എൻ്റെ ആത്മാവ് പോകുമെന്ന ചിന്ത നമുക്ക് വേണം. അത് ഉദ്ദേശിച്ചുമാണ് നമ്മുടെ ജീവിതം. ഇതേ ചിന്ത നമ്മുടെ കുടുംബത്തിലെല്ലാവർക്കും വേണം. കാരണം ഇവരൊക്കെ ഏത് നിമിഷവും ഈ ശരീരത്തിൽ നിന്നും ഈ ആത്മാവ് വേറിട്ട് പോകുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെ സ്നേഹിച്ച് ഇത് ഒരിക്കലും വേർവരിയില്ല എന്ന ചിന്തയോടുകൂടി നമ്മൾ ഒരിക്കലും കണക്കാക്കണ്ട. എന്നാലും ഭഗവാനെ, ഞാനൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മക്കൾ പോയല്ലോ എന്ന് വിലപിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അത്രയാണ് അവിടെ കർമ്മമുള്ളത്. അവർക്ക് ഇവിടെയുള്ള കർമ്മത്തിന് അത്രയേ ഉള്ളൂ. ചിലപ്പം ഒരു 10 വർഷമായിരിക്കും അവരുടെ കർമ്മമുള്ളത്. അവർ ആ ഭംഗിയായി പൂർത്തിയാക്കിയിട്ട് അവർ പോയി. അപ്പോൾ നമ്മളതിൽ ദുഃഖിക്കേണ്ടതില്ല. എന്നെക്കാൾ മുന്നേ എൻ്റെ മകൻ പോയല്ലോ, എൻ്റെ ഭാര്യ പോയല്ലോ, എൻ്റെ ഭർത്താവ് പോയല്ലോ, എൻ്റെ അച്ഛൻ ഇത്ര പെട്ടെന്ന് പോകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല നടക്കുന്നത്. നമ്മൾ വിചാരിക്കാത്തതിന് അപ്പുറമാണ് ഈ ഒരു സംവിധാനം. അപ്പോൾ എന്ത് വേണം? നമ്മളുടെ ഒന്നിച്ചുള്ള ആൾക്കാരും ഏതവസരത്തിലും നമ്മളെ വിട്ടു പോകും എന്നുള്ള ചിന്ത വേണം. ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അത് മാനസികമായി തയ്യാറെടുപ്പ് ഇപ്പോഴേ ഉണ്ടെന്നിരിക്കട്ടെ, നമുക്കതൊരു ദുഃഖമായി തോന്നില്ല. ഒരസുഖം വന്നിട്ട് കിടപ്പിലായി, പല മരുന്നും ഉപേക്ഷിച്ച് ഒന്നുമില്ല, അവസാനം ഡോക്ടർ പറഞ്ഞു ഏത് നിമിഷവും പോകും എന്ന് പറഞ്ഞിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ മനസ്സിലായി ഇതയാൾ ഏത് നിമിഷവും ഇവിടെ വിട്ടു പോകും എന്നൊരിത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? അത് മാനസികമായിട്ട് അതുമായിട്ട് പൊരുത്തപ്പെടും. ഈ പൊരുത്തപ്പെടൽ തന്നെ നമ്മൾ നിത്യജീവിതത്തിൽ എല്ലാത്തിനോടും നമുക്ക് വേണം. പട്ടിയാവട്ടെ, പൂച്ചയാവട്ടെ, ഓമനിച്ച് വളർത്തുന്ന എല്ലാ വളർത്തു മൃഗങ്ങളാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ആത്മബന്ധമുള്ള ആൾക്കാരെല്ലാവരും ആവട്ടെ, ഇവരൊക്കെ ഞാനടക്കം ഏത് നിമിഷവും ഇവിടെ നിന്നും വിട്ടുപോകും എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ നമുക്ക് ദുഃഖമുണ്ടാകില്ല. ഇവിടെ അർജുനന് ദുഃഖമുണ്ടായത് ഈ ഒരു കാരണമാണ്. ഇത് വിട്ടുപോകുമെന്നുള്ള ചിന്തയില്ല. പക്ഷെ അയാൾ പറയുന്നത് ശ്രേഷ്ഠമാണ്. കാരണം ഗുരുവിനെയോ അല്ലെ മറ്റുള്ളവരെയോ കൊല്ലുന്നത് ശരിയല്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ ഈ ഒരു ചിന്ത വേണം, ഏത് നിമിഷവും ഇവരിവിടെ വിട്ടുപോകുന്നതാണെന്ന ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ അർജുനൻ ഇങ്ങനെ പറയില്ല. ഏതായാലും നമുക്ക് അടുത്ത ഭാഗം അടുത്ത ദിവസം നോക്കാം. ഇതുപോലെ ശ്രേഷ്ഠമായ ഓരോ വാക്കുകളും ഭഗവാന്റെ അമൃതമൊഴികളായിട്ട് വരും. നോക്കാം, അർജുനനോട് പറയുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. ഞാനിവിടെ പറഞ്ഞു, നമ്മളും ഇതുപോലെ തയ്യാറാകണമെന്നുള്ളത്. ഏതായാലും അടുത്ത ഭാഗത്തിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.